ഓക്കെ. ഹലോ, നാലഞ്ചേട്ടല്ലേ? ഞാൻ അസ്കർ. അല്ലപ്പ ഞാനിതിനകത്ത് അന്നെ കൊറേ പൈസ ഉണ്ടായിരുന്നേ. എനിക്ക് ഞാൻ മറ്റേ നമ്മളെ രായൻ പറഞ്ഞ നമ്പറില്ലേ 456 അതിലടിച്ചിന് പാട്ടാക്കിട്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് പാട്ടായിട്ടില്ല. അതിന്റെ അകത്തുള്ള ആ പെണ്ണുങ്ങൾ എന്തെല്ലോ പറയുന്നപ്പാ. ഇല്ല, ഓള് പറയുന്ന എനിക്ക് ഹിന്ദി എന്തല്ലോ പറയുന്നത്. നമ്മള് മലയാളം പറയുമ്പോ ഓർക്കെന്താ അറിയില്ലേ നമ്മള് മലയാളികളാന്ന്. നമ്മള് പാവം മലയാളികളല്ലേ. അപ്പൊ അവർക്കെന്താ നോക്കിട്ട് എന്റെ കൊറേ പിന്നെ അതിന് ശേഷം ഇല്ലേപ്പ നമ്മൾ വിളിച്ചു നോക്കുമ്പോ എല്ലാം പറയുന്നത് നിങ്ങളതിൻ്റെ അകത്ത് പൈസ ഇല്ല, നിങ്ങളതിൻ്റെ അകത്ത് പൈസ ഇല്ലാന്ന്. ആ പൈസ അല്ലപ്പ എന്റെ ആദ്യം പൈസ ഉണ്ടെന്ന്. എനിക്ക് ഞാൻ മറ്റേ രായം പറഞ്ഞ നമ്പറില്ലേ 456 അതില് വിളിച്ച് പിന്നെ വിളിക്കുമ്പോ പിന്നെ നമ്മളെ ചങ്ങായിമാരെ വിളിക്കുമ്പോ പറയുന്നത് പൈസ ഇല്ലാന്ന്. അല്ലപ്പ ഞാൻ കൊറേ പൈസ ഇതിനകത്ത് കയറ്റിയതല്ലേ. അല്ലപ്പ എന്റെ പൈസ എന്റെ പാട്ട് ആയിട്ടില്ലല്ലോപ്പാ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യപ്പാ. നമ്മളെല്ലാം സാധാരണ പണിക്കാറാപ്പാ. അത് എവിടെയാന്ന്? ഞാനിവിടെ കണ്ണൂര്. ആ കണ്ണൂരിൽ നമുക്ക് ഷോറൂം ഉണ്ടല്ലോ. കണ്ണൂര് എവിടെയാന്ന്? കണ്ണൂർ ഷോറൂം പറഞ്ഞുതരാം കേട്ടോ. കണ്ണൂര് നമ്മുടെ ഷോറൂം എന്ന് പറയുന്നത്. ഹലോ, പറഞ്ഞുതരാം. കണ്ണൂര് നമ്മുടെ ഷോറൂം എവിടെയാണ്? കണ്ണൂര് താങ്കൾക്ക് വെഞ്ചർ മാർക്കറ്റിംഗ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞൊരു ഷോറൂം ഉണ്ട്. അത് എവിടെയാന്ന് വരുവാ? സൗത്ത് ഇല്ലേ? തെക്കിയില് സൗത്ത് മനസ്സിലായി. അവിടെ ചെല്ലും. അവിടെ ചെന്നാൽ കിട്ടും. പിന്നെ പയ്യന്നൂര് ഉണ്ട്. താങ്കൾക്ക് എവിടെ എളുപ്പം? എനിക്ക് ഇതൊക്കെ നമ്മള് കണ്ണൂരല്ലേ, അപ്പൊ നമുക്ക് കണ്ണൂരിനല്ലേ അടുത്ത്. അപ്പൊ കണ്ണൂര് അല്ലേ? മനസ്സിലായല്ലോ, സ്ഥലം മനസ്സിലായല്ലോ. സ്ഥലം മനസ്സിലായപ്പോ ഷോറൂമിൽ പോയിട്ട് നമ്മളെന്നാ പറയാ. അവിടെ ചെന്നിട്ട് താങ്കൾ പറയാം ഡാൽട്ടോൺസ് എടുക്കാനായിട്ട് താങ്കളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഡാൽട്ടോൺസ് എടുക്കാനല്ലേ? പിന്നെ അതെല്ലാം അതിലാക്കിയ പാട്ട് ഉണ്ടാവും അല്ലേ? ഓക്കെ, എന്തായാലും താങ്കൾക്ക് അവർ ചെയ്തു തരും. അല്ല പാട്ടാവോ അന്നേരം? തീർച്ചയായിട്ടും പാട്ടാവുന്നതാണ്. എല്ലാം എന്റെ ഇപ്പൊ പൈസ. അപ്പൊ നമ്മൾ അന്ന് പോയ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പോയ പൈസ എനിക്ക് കിട്ടൂല. അത് നമുക്ക് കിട്ടില്ലല്ലോ. എന്താ അപ്പൊ അങ്ങനെ? കാര്യം എന്താന്ന് വെച്ചാല് ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അത്രയും ചാർജ് ആവുന്ന. ചാർജ് ആണ് നമുക്ക് പാട്ടായിട്ടില്ലാന്ന്. അതായത് ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ആ നമ്പറിലേക്ക് വിളിക്കുന്നതിന് 6 രൂപ 99 പൈസ വെച്ച് മിനിറ്റിന് ചാർജ് ആവുന്നതാണ്. അതെ, എന്നിട്ട് പാട്ടാവുമല്ലോ. ഇത് പാട്ടായിട്ടില്ലല്ലോ. വിളിച്ചുകൊണ്ട് നമുക്ക് പാട്ടാവില്ല. സെലക്ഷൻ നടന്നാലേ പാട്ടാവുള്ളൂ. അല്ലപ്പ നമ്മളെല്ലാം കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നപ്പാ. ഇത് നമ്മളെ ചങ്ങായി പറഞ്ഞിട്ട് വിളിച്ചാണ്. ഇനി വിളിക്കൂല. ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടുവേനോ? അതായത് മിസ്റ്റർ അസ്കർ, താങ്കൾ വിളിച്ചില്ലേ? വിളിച്ചപ്പോ സംസാരിച്ചതെന്ന് പറയുന്ന ഒരു പെണ്ണ് സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറാണോ? കമ്പ്യൂട്ടർ അല്ല. കമ്പ്യൂട്ടർ ആയാലും എന്താ നമുക്ക് പറഞ്ഞാല് തിരിയുന്ന ആളല്ലേ കമ്പ്യൂട്ടർ ഇരുത്തല്. കമ്പ്യൂട്ടറിന് ഇരുത്തുന്നതല്ല, കമ്പ്യൂട്ടറിന്റെ ശബ്ദമാണ് കേട്ടത്. കമ്പ്യൂട്ടറിന്റെ ശബ്ദ? അപ്പൊ കമ്പ്യൂട്ടർ നമുക്ക് പാട്ടാക്കി തരൂ? കമ്പ്യൂട്ടറിന്റെ അടുത്താണ് താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. താങ്കള് കുറച്ച് അതായത് ഒച്ചയും വെള്ളമൊക്കെയുള്ള സ്ഥലത്താണ്. ചെറിയൊരു ഒച്ച ഉണ്ടെങ്കിൽ പോലും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അല്ലപ്പ നമ്മളീ കണ്ണൂർ എവിടെയാപ്പോ ഒച്ചയില്ലാത്ത സ്ഥലമുള്ളേ? അത് താങ്കൾ എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. ഒച്ചയില്ലാത്ത സ്ഥലം കണ്ടുപിടിച്ച് വേണം താങ്കൾ സംസാരിക്കാൻ. അല്ല അപ്പൊ എന്റെ പൈസ പോയതന്നല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ എന്തായാലും താങ്കൾക്ക് വേണമെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ താങ്കൾ എന്തെങ്കിലും ഒരു കാര്യം അടുത്തുള്ള ഐടിയുടെ ഷോറൂമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ മിസ്റ്റർ അസ്കർ. അല്ലപ്പ എന്നാലും പൈസ കിട്ടുമോ അന്നേരം ആടാ ഷോറൂമിൽ പോയാല്? പൈസ കിട്ടില്ല കേട്ടോ. അയ്യോ, എല്ലപ്പ ഇനിയിപ്പോ ഷോറൂമിൽ പോയി അന്നേരം ആദ്യം പൈസ ആവുമല്ലേ ചെയ്യാ? അപ്പൊ എന്തായാലും താങ്കൾക്ക് പൈസ ഒന്നും കിട്ടില്ല കേട്ടോ മിസ്റ്റർ അസ്കർ. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കരുതുന്നു മിസ്റ്റർ അസ്കർ. നിങ്ങൾ പറഞ്ഞാലും മനസ്സിലായിപ്പോ അന്ന് നമ്മള് രായം പറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ടാണ്. നമ്മൾ വെറുതെ അല്ലേ നമ്മളെ പൈസ പോയെ? അതായത് മിസ്റ്റർ അസ്കർ ഒരു കാര്യം ചെയ്തോളൂ. ഏതായാലും താങ്കളെ അടുത്തുള്ള ഐഡിയ ഷോറൂമായിട്ട് ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്തല്ലോ ഏതായാലും.
എന്നിട്ട് നിങ്ങളെ വിളിച്ചാല് നിങ്ങള് പറഞ്ഞു തരും അല്ലേ? നമുക്ക് ഇവിടുന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല മിസ്റ്റർ. അല്ല അങ്ങനെയല്ല, ഷോറൂമിൽ പോയിട്ട് എന്തായെന്ന് നിങ്ങളെ വിളിച്ചു പറയാ. തീർച്ചയായിട്ടും കേട്ടോ. എന്നാ പിന്നെ ഓക്കെ. ഐഡിയയിലേക്ക് വിളിച്ചതിന് വളരെ നന്ദി. നന്നായിക്കോട്ടെ.